ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഇട നൽകിയത്, എനിക്ക് ഇങ്ങനെ ഒരു അവസരം, RCM എന്ന അവസരം തന്നെ തന്ന TCG ആണ്. അതുകൊണ്ട് തന്നെ TCGയെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാമിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു റോയൽറ്റി അച്ചീവർ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോ ആ രീതിയിൽ എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് പുന്നാട് സ്വദേശത്ത് താമസിക്കുന്ന ആളാണ്. ഞാൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കിപ്പോഴേ പറയാൻ പറ്റും ഞാൻ ആയിരുന്നു. കാരണം RCMനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയെങ്കിലും RCMലേക്ക് വളരെ സജീവമായി വന്നത് ഏകദേശം ഒരു 1.5 വർഷം മുമ്പാണ്. ഈ 1.5 വർഷക്കാലം കൊണ്ട് RCMനെ മനസ്സിലാക്കാനും RCMന്റെ നന്മ തിരിച്ചറിയാനും അതിൽ പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞു. ആ പ്രവർത്തനത്തില് ലീഡേഴ്സ് ഒക്കെ പറയുന്ന രീതിയിൽ നമുക്കറിയാം, എന്റെ ലീഡർ യഥാർത്ഥത്തില് എമറാൾഡ് വിനോദ് സാറിന്റെ നേതൃത്വത്തില്, അതുപോലെ സൗമ്യ മേഡത്തിന്റെ, രാജേഷ് സാറ്, രവീന്ദ്ര സാർ ഒക്കെയായിരുന്നു എന്റെ നേതൃത്വം. ആ ഓരോ ലീഡേഴ്സിന്റെയും നിർദ്ദേശാനുസരണം എനിക്ക് RCMൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സമയത്ത് തന്നെ എന്റെ മനസ്സില് ഞാൻ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ 2023 അവസാനിക്കുമ്പോഴേക്കും ഏത് ലെവലിൽ എത്തണമെന്ന് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ആ ലെവല് എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു കാരണത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിരുന്നു. ഞാൻ പഞ്ചായത്ത് സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇന്ന് ഗവൺമെന്റ് എംപ്ലോയി ഒക്കെ ആവുക എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വപ്നതുല്യമായി കാണുന്ന ഒരു മേഖലയാണ്. എന്നിരുന്നാലും ഒരു ഓഫീസ് പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൈവിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ കുടുംബക്കാരെയോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആ മേഖലയില് 10 to 5 ആണ് ടൈമെങ്കിലും അതിൽ കൂടുതൽ സമയം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തന്നെ പൂർണ്ണമായും അതിൽ ഉൾപ്പെട്ടുകൊണ്ട് നമ്മുടെ മറ്റ് യാതൊരു കാരണങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് യാതൊരു ആവശ്യങ്ങളെയും പരിഗണിക്കാതെയുള്ള ഒരു ജീവിത രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓരോ ദിവസവും കഴിയുന്നേരം തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് വ്യക്തിപരമായ ഗുണങ്ങളില്ലെങ്കിലും തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന സമയത്താണ് ഞാൻ RCMനെ ഏറ്റെടുത്തത്. ഒരുപക്ഷെ ആ സമയത്ത് എനിക്കൊന്നും മറ്റൊരു സുഹൃത്ത് വിളിച്ചാൽ ഒരു 10 മിനിറ്റ് സമയം ഒന്ന് ഫോൺ ചെയ്യാനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ആ കടന്നു വന്ന സമയത്ത് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലും RCMന്റെ ലീഡേഴ്സ് പറഞ്ഞു തരുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി എന്നതാണ് എന്റെ വിജയത്തിന്റെ അടിസ്ഥാനം. അപ്പൊ അതിൽ ആദ്യമായി ഞാൻ ചെയ്തത്, നമുക്ക് അറിയാം, നമ്മുടെ നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം അസോസിയേറ്റ് ചെയ്ത ആളുകളെ നമ്മൾ നിരന്തരം വിളിച്ച് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ലീഡേഴ്സായ ആളുകളെയും ഒരു 4 or 5 ലീഡേഴ്സിനെ നമുക്ക് വിളിക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഒരു മാസത്തിന്റെ ആരംഭത്തില് അത് ഒരു കൗൺസിലിങ്ങിന്റെ ഭാഗമായി നമ്മൾ അവരുമായി സംസാരിക്കണം എന്നതാണ് നിർദ്ദേശം. അപ്പൊ എന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പുതിയൊരു രീതി ഞാൻ അവലംബിച്ചു. എന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള കുറച്ചു പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയും ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയും ആ കൂട്ടായ്മയിലൂടെ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും, കാരണം ഞാനത് തുറന്ന് പറഞ്ഞിരുന്നു, എനിക്ക് വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്, ഈ ഗ്രൂപ്പിലൂടെ എന്റെ എല്ലാ ലീഡേഴ്സും എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആ ഗ്രൂപ്പില് എല്ലാ ദിവസവും രാവിലെ ഒരു അരമണിക്കൂർ ലീഡേഴ്സ് ഒക്കെ ആയിട്ട് സംവദിക്കുന്ന ഒരു രീതിയാണ് ഞാൻ ആദ്യമായി തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു പരിണതഫലം എന്ന് പറയാം, ആ ഗ്രൂപ്പ് ഇന്ന് നമ്മുടെ ടീമിന്റെ തന്നെ ഒരു ജീവനാഡിയായി മാറുകയാണ്. കാരണം ലീഡേഴ്സിന് ആ ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവാമൃതമായി ആ ഒരു ഗ്രൂപ്പ് ഇന്ന് മാറിയിട്ടുണ്ടെന്നത് ഞാൻ അഭിമാനിക്കുന്നു. കാരണം തീർച്ചയായും നമ്മുടെ ഒക്കെ വിജയത്തിന് ഇത്തരം ഒരു ലീഡേഴ്സുമായിട്ടുള്ള കോണ്ടാക്ട് ദൈനംദിനം അത് ആവശ്യമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ 2 രീതിയിൽ നമ്മുടെ ലീഡേഴ്സിനോ ആയാലും അതുപോലെ തന്നെ നമ്മുടെ അസോസിയേറ്റ് ബയേഴ്സ് ആയാലും, നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന അസോസിയേറ്റ് ബയേഴ്സ് ആയാലും അവരുമായിട്ടുള്ള ഒരു എല്ലാ ദിവസവുമുള്ള സമ്പർക്കം, ഒരു സംസാരം ഇതിന് അത്യാവശ്യമാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ RCMലേക്ക് കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് RCM വളരെ ലളിതമായ ഒരു സംവിധാനം എന്നാണ്. RCM വളരെ ലളിതമായ ഒരു സംവിധാനം എന്ന് പറയുന്നത് നമുക്കറിയാം,
നമ്മുടെ നിത്യജീവിതത്തില് നമ്മളൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ആർസിഎമ്മിലൂടെ നമ്മളോട് ചെയ്യാൻ പറയുന്നത്. കാരണം ആർസിഎമ്മിലൂടെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് തുടർച്ചയായിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇവിടെ ഒരു ചെറിയ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ അതുവരെ ഇന്ന് വരെ അല്ലെങ്കിൽ ഇന്നലെ വരെ ഉപയോഗിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ മാറ്റി അതിന് പകരം മറ്റൊരു ഉൽപ്പന്നം ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത. പക്ഷെ ഇവിടെ ആ ഒരു മറ്റൊരു വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഉപഭോഗ വസ്തുക്കൾ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ആ ഉപഭോഗ വസ്തുക്കളൊക്കെ തന്നെ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും പര്യാപ്തമായ ഉൽപ്പന്നങ്ങളാണുള്ള തിരിച്ചറിവാണ് നമുക്കത് ഉണ്ടാവുന്നത്. നമ്മുടെ പണത്തിന് വേണ്ടിയോ എന്തിനെങ്കിലും വേണ്ടിയോ അല്ല ഇത് ചെയ്യുന്നത്. നമ്മുടെ ഹെൽത്തിന് ഉതകുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് ആർസിഎമ്മിലേക്ക് വന്നിട്ടുള്ളത്. എന്റെ മുന്നിലിരിക്കുന്ന ഇപ്പോൾ 92 പേരുണ്ട്. 92 പേർക്കും അറിയാം ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം. മൂർത്തി സാറൊക്കെ പറയുന്ന രീതിയിൽ തന്നെ അറിയാം. നമ്മൾ പറയുന്നതിന്റെ 10 ഇരട്ടി നമ്മുടെ പ്രോഡക്റ്റ് നമ്മളോട് സംസാരിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളിവിടെ കടന്നു വന്നിട്ടുള്ളത്. ആ കടന്നു വന്നതിന് ശേഷം ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയാണ്, ഞാൻ എന്റെ ജീവിതത്തിലും എന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ആ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ ദിവസവും രാവിലെ എന്ന് പറയുന്നത് ഒരുപക്ഷെ 6 മണിക്കോ 5 മണിക്കോ 4 മണിക്കോ എഴുന്നേൽക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ. അങ്ങനെ ആ രാവിലെ എഴുന്നേറ്റ് വൈകുന്നത് വരെ ജോലി ചെയ്യുന്നു. 10 മണി 11 മണി 12 മണി വരെ ഉറങ്ങാൻ നേരമില്ലാതെ ഓരോരാളുകളും ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നതിനല്ല, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നാൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് എന്നാണ് എല്ലാവരുടെയും ഭാഷ്യം. അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തിപ്പെട്ട് അതിൽ കഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ ആ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. അത് ഏത് രീതിയിലുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളായാലും അവരുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നോക്കി നമ്മുടെ ആർസിഎമ്മിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ആർസിഎമ്മിലേക്ക് യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നത് ആർസിഎമ്മിലൂടെയാണ്. ആർസിഎമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ലഭിക്കും എന്ന് ചോദിച്ചാൽ ആർസിഎമ്മിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ലഭിക്കുമെന്നാണ് ഉത്തരം. ഒരുപക്ഷെ ആർസിഎമ്മിൽ വരുന്നതിന് മുമ്പേ ആർസിഎമ്മിന്റെ പുറത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ആർസിഎം എന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്താത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആർസിഎമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ എന്തിനാണ് ആർസിഎമ്മിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ കുറച്ച് പണസമ്പാദനത്തിന് വേണ്ടിയാണ് ആർസിഎമ്മിലേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എന്നാൽ അതിന്റെ അവസ്ഥ അതല്ല. തീർത്തും ആർസിഎമ്മിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആർസിഎമ്മിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പണമല്ല, പണത്തെക്കാൾ ഏറെ മറ്റ് പലതും നമുക്ക് ആർസിഎമ്മിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. സ്വാഭാവികമായും ഒരു മനുഷ്യന് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങൾ മുഴുവൻ നേടിയെടുക്കാൻ കഴിയുന്നതാണ് ആർസിഎം. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമായിക്കോട്ടെ, നമ്മുടെ സമാധാനമായിക്കോട്ടെ, നമ്മുടെ സന്തോഷമായിക്കോട്ടെ, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരമായിക്കോട്ടെ, നമുക്ക് യാത്ര പോകാനുള്ള അവസരങ്ങളായിക്കോട്ടെ എന്ന് തുടങ്ങി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോരാളുടെയും ജീവിതത്തില് അവര് എന്താണോ നല്ലതെന്ന് കരുതുന്നത്, എന്താണോ അവരവരുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആർസിഎം. അപ്പൊ അങ്ങനെയുള്ള ആർസിഎമ്മിൽ കടന്നു വന്നതിന് ശേഷവും ആർസിഎമ്മിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ മൂർത്തി സാറോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞു. 60-70 ആളുകൾ വന്നതിൽ ഹാൻഡ് റൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഇപ്പം കൺസിസ്റ്റൻസി പർച്ചേസിന്റെ ഭാഗമായി ഫ്രീ ഗിഫ്റ്റ് കിട്ടിയ ആളുകളുടെ എണ്ണം ചോദിച്ചപ്പോൾ ഒരു 30% ആളുകൾ മാത്രമാണ് അതിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് മുഴുവൻ ആളുകൾക്കും ഫ്രീ ഗിഫ്റ്റ് ഇവിടെ കിട്ടുന്നില്ല? അപ്പോ ആ ഒരു രീതിയിലുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ആർസിഎമ്മിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സംവിധാനത്തിലേക്കാണ് കടന്നു വരുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാനൊക്കെ മനസ്സിലാക്കിയതും ഞാനൊക്കെ എന്ന് പ്രചരിപ്പിക്കുന്നതുമായ രീതി എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലാണ്. ആർസിഎമ്മിൽ സക്സസ് ആവാൻ ആർസിഎമ്മിൽ ജീവിക്കുക എന്നാണ് പറയാറുള്ളത്. ആർസിഎമ്മിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആർസിഎമ്മിൽ സക്സസ് ആവും. ഇപ്പോഴ് ഈ അടുത്ത കാലത്തായി എനിക്ക് പറയാം, കഴിഞ്ഞ മാസം നമ്മുടെ ഇനാഗ്രേഷൻ പ്രോഗ്രാമിന് പോകുന്നതിന് തൊട്ട് മുമ്പത്തെ മാസം ഞാൻ സ്റ്റാർ എന്ന പദവി കിട്ടിയ ഒരാളാണ്. അപ്പൊ സ്റ്റാർ എന്ന പദവി കിട്ടുകയും പിറ്റത്തെ മാസം ഇനാഗ്രേഷൻ പ്രോഗ്രാമിന് പോവുകയും ഏകദേശം 10 ദിവസം ഡൽഹിയിൽ ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. ആ മാസവും എനിക്ക് എന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും പുതിയൊരു അച്ചീവ്മെന്റ് ഒറ്റ മാസം കൊണ്ട് അഥവാ 30 ദിവസം കൊണ്ട് എന്ന് പറയാൻ കഴിയില്ല, ഒരു 20 ദിവസം കൊണ്ട്, കൃത്യമായ പ്രവർത്തനങ്ങൾ 20 ദിവസമേ ഉള്ളൂ. എന്നിരുന്നാലും മാസത്തിന്റെ 30 ദിവസം കൊണ്ട് റോയൽറ്റി ഗോൾഡ് എന്ന പൊസിഷനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്.
സ്വാഭാവികമായും ഞാൻ പറയുന്നതും അത് തന്നെയാണ്. ഞാൻ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആ ഇടയിൽ എന്റെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസം വരെ ഒരു കൃത്യമായ ഒരു പ്രവർത്തനത്തിലേക്കും എനിക്ക് ഏർപ്പെടാൻ കഴിയാതെ കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ടാർഗറ്റ് ചെയ്ത ആ ലക്ഷ്യം എനിക്ക് ഇന്ന് എത്താൻ പറ്റാത്തത്. ഞാൻ തീർച്ചയായും ഈ പുതുവർഷത്തിലെ പുതിയൊരു ടാർഗറ്റ് ഇട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ടാർഗറ്റ് തീർച്ചയായും എനിക്ക് എത്താൻ കഴിയും. അതിനുകൂടി വേണ്ടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഞാൻ ഉപേക്ഷിച്ചു. ജോലി ഉപേക്ഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായും എന്റെ മുന്നിലുള്ള എന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. കാരണം എത്രയോ ആളുകളുടെ ആഗ്രഹമാണ് ഇത്തരം ഒരു ജോലി എന്നത്. പക്ഷെ ആ ജോലിയേക്കാൾ ഏറെ ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ആ ജോലിയിലുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഞാൻ അനുഭവിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ RCMലേക്ക് വന്നു കഴിഞ്ഞാലുള്ള നന്മകളും RCMൽ വന്നാലുള്ള മെച്ചങ്ങളും RCMൽ വന്നാലുള്ള സൗഹൃദങ്ങളും RCMൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ജോലി കൊണ്ട് ഉദ്ദേശിക്കുക ഗവൺമെന്റ് ഒരു ജോലി നമുക്ക് തരുന്ന സമയത്ത് ആ ഗവൺമെന്റ് തരുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് നൽകുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് പൊതുജനക്ഷേമത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓരോ കുടുംബത്തെയും ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യമാക്കിക്കൊണ്ടൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ പറയപ്പെടുന്നത്. പക്ഷെ അതവിടെ പറയപ്പെടുന്നു എന്നല്ലാതെ അത് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം ഇവിടെ അതിലൂടെ സാധിക്കുന്നില്ല. വർഷങ്ങളോളമായി നമ്മുടെ രാജ്യം ഒരു വികസിത രാഷ്ട്രമായി മാറണം എന്ന കാഴ്ചപ്പാടോട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അത് ആവുന്നില്ല. പക്ഷെ അത് ആവാനുള്ള ഒരു വേദിയാണ് RCM എന്ന തിരിച്ചറിവാണ് ഞാൻ RCMൽ സജീവമാകാനും ഞാൻ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാനും കാരണം. RCMലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് കിട്ടുന്നു എന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമായി മാറാൻ, ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറാൻ എനിക്ക് കഴിയുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ പൂർണ്ണമായും ഇതിലേക്ക് മാറിയത്. പൂർണ്ണമായും ഇതിലേക്ക് മാറിയതോടുകൂടി തന്നെ എനിക്ക് ഓരോ മാസവും ഓരോ പുതിയ പിൻലെവലുകൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി എന്താണ് പിൻലെവലുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ RCMൽ കടന്നു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം ആവേണ്ടത് ബിഗിനർ എന്ന ലെവൽ തൊട്ട് തുടങ്ങിയാണ്. ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ ആവുന്ന സമയത്ത് ഇപ്പൊ ഒരു പ്രത്യേകത വരികയാണ്. ഓപ്പണർ ആവുന്ന ആളുകൾക്ക് മുതൽ എല്ലാ മാസവും ബോണസ് ലഭിക്കാൻ അർഹതയാണ്. അത് നമുക്ക് മറ്റെവിടെയും കേട്ടുകേൾവിയില്ലാതാണ്. ബോണസ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു തവണ ബോണസ് കിട്ടുന്നതിന് പകരം RCMൽ വന്നു കഴിഞ്ഞാൽ ഓരോ മാസവും ബോണസിന് അർഹത നേടുകയാണ്. അതേപോലെ തന്നെ വാർഷിക ബോണസിനും നമുക്ക് അർഹത നേടുകയാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം ഓപ്പണർ മുതൽ വരികയാണെങ്കിൽ തൊട്ടടുത്ത അങ്ങോട്ട് മൊത്തം നമുക്കറിയാം 21 സ്ഥാനപ്പേരുകളാണ് നമുക്ക് RCMലേക്ക് വന്നാൽ കിട്ടാനുള്ളത്. ഈ 21 സ്ഥാനപ്പേരുകൾ നമുക്കറിയാം. ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, 21ാമത്തെ ലെവലിൽ എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് 50 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങാൻ, അതും ഒരു മാസം എല്ലാ മാസവും 50 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ അവസരത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാകട്ടെ നമ്മുടെ RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ആ ഉൽപ്പന്നങ്ങളുടെ മഹിമ, അതിന്റെ പ്രത്യേകത മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു, അത് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന ലളിതമായ ഒരു രീതിയിലൂടെ തന്നെയാണ് നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റും എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ ഇവിടെ വരുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കിയ അവസരവും ഈ അവസരം മനസ്സിലാക്കി ആ അവസരത്തിനൊപ്പം പോകുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യവും നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ന് പറയുന്നത്. ഒരുപക്ഷെ RCMലേക്ക് വന്ന ആളുകളൊക്കെ തന്നെ RCMൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ പണം വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ RCMലേക്ക് കടന്നു വരികയും ഒരു മാസം 2 ആട്ട വാങ്ങി പിറ്റേത്തെ മാസം ബാങ്കിൽ പണം വന്നൊന്ന് അന്വേഷിക്കാൻ പോയ ആളുകളെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ആ ഒരു രീതിയിലുള്ള തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുന്നതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ RCMൽ സക്സസ് ആവാം. എന്നോട് പലരും ചോദിച്ചിട്ട് RCMൽ വന്നു കഴിഞ്ഞാൽ RCMൽ എത്ര പേരെ ജോയിൻ ചെയ്യിക്കണം എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എത്ര പേരെയാണ് നമുക്ക് RCMൽ ജോയിൻ ചെയ്യിക്കേണ്ടത്? നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ആളുകളെയും നമുക്ക് RCMലെ അസോസിയേറ്റ് ബയേഴ്സ് ആക്കി മാറ്റിയെടുക്കണം. കാരണം നമ്മൾ മാറ്റിയെടുക്കുന്ന ഓരോ ആളുകൾക്കും നമ്മുടെ ജീവിതം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറ്റിക്കൊണ്ട് അവരെ നല്ലൊരു ജീവിതത്തിനെ ഉടമയാക്കുകയാണ്, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ എന്നോട് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്റെ കൂടെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നോടൊപ്പം 1 ലക്ഷത്തിലധികം ആളുകളെ അസോസിയേറ്റ് ചെയ്യിക്കണം എന്നതാണ് എന്റെ ലക്ഷ്യമെന്ന്. പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ ആളുകൾ നെറ്റിച്ചുടിക്കാറുണ്ട്. 1 ലക്ഷം ആളുകളെ, ഓരോരാളുടെയും കാഴ്ചപ്പാട് ഒരു 2 പേരെ ചേർക്കുക, 5 പേരെ നമ്മളോടൊപ്പം കൊണ്ടുവരിക, ഒരു 10 പേരെ കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഓരോ ആളും ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 1 ലക്ഷം ആളുകളെ നമ്മുടെ കൂടെ 1 ലക്ഷത്തിലധികം ആളുകൾ, ഏറ്റവും മിനിമം 1 ലക്ഷം ആളുകൾ എന്നോടൊപ്പം വരണം. അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തനത്തിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്.
ഇപ്പൊ ഇവിടെ RCM എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് സംവിധാനമായതുകൊണ്ട് തന്നെ ഈ 1 ലക്ഷം എന്ന് പറയുന്ന സംവിധാനം ആളുകളെ നെറ്റിചുളിക്കുന്നുണ്ടെങ്കിലും അത് അതിൻ്റെതായ അർത്ഥതലങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ നിസ്സാരമായി തോന്നാവുന്ന, വളരെ നിസ്സാരമായിട്ട് എത്തിപ്പെടാവുന്ന ഒരു ടാർഗറ്റാണ് 1 ലക്ഷത്തിലധികം ആളുകളെ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ RCM-നെ കുറിച്ച് എന്തും മനസ്സിലാക്കി, അല്ലെങ്കിൽ ആദ്യമായി നമ്മൾ RCM-നെ വളരെ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കുക. RCM എന്ന അവസരത്തെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ആ അവസരത്തെ അതേ രീതിയിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഒന്ന് പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ സംവിധാനം 1 ലക്ഷമല്ല അതിൽ കൂടുതൽ ആളുകളെ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാവും. കാരണം ഞാൻ 1 ലക്ഷം ആളുകളെ എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്യിക്കണം എന്ന ഒരു താല്പര്യത്തോടു കൂടി എന്റെ അടുത്ത സുഹൃത്തിനോട് ഈ കാര്യങ്ങൾ പറയുകയും അദ്ദേഹത്തോട് ഇത് വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിനും ഇതേ ലക്ഷ്യം തന്നെയാണ് ഉണ്ടാവുന്നത്. ഇവിടെയാണ് ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നെറ്റ്വർക്കിന്റെ സാധ്യത വരുന്നത്. ആ വ്യക്തി അദ്ദേഹത്തിന്റെ മനസ്സിലും ഈ 1 ലക്ഷം എന്നത് കാഴ്ചപ്പാട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അയാൾ 1 ലക്ഷം അയാൾ 1 ലക്ഷം പേരെ കാണാൻ പോവുകയാണെങ്കിൽ ആ 1 ലക്ഷം പേര് എന്റേതുമാണ്. അപ്പൊ ഇവിടെ ഞാനും അദ്ദേഹവും കൂടി 2 പേരും കൂടിയാണ് പിന്നീട് 1 ലക്ഷം പേരെ ചേർക്കേണ്ടത്. ഞാൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ 1 ലക്ഷം എന്നത് യഥാർത്ഥത്തിൽ 50,000 ചുരുങ്ങുന്നു. എന്റെ ഡ്യൂട്ടി എന്നതാണ് നെറ്റ്വർക്കിന്റെ സവിശേഷത. വീണ്ടും നമ്മൾ ഓരോ ആളുകളെയും കൂടി കാണുമ്പോൾ, ഞാൻ ഒരാളെയും കൂടി കാണുന്നു, ഞാൻ നേരത്തെ പരിചയപ്പെട്ട ഒരാളെയും കൂടി കാണുമ്പോൾ ഞങ്ങൾ 4 പേരായി. ആ 4 പേരും കൂടി 1 ലക്ഷം ആളുകളെ കാണുന്ന സമയത്ത് അതിന്റെ 1/4 പ്രവർത്തനമായി മാറുന്നു. 25,000 ആളുകളെ കണ്ടാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ഇട്ട ടാർഗറ്റുകൾ 1 ലക്ഷം എന്നത് വളരെ എളുപ്പത്തിൽ കൈകാര്യം പറ്റും. കൃത്യമായി പറഞ്ഞാൽ 1-2 ആളുകളിലേക്ക് നമ്മൾ അയക്കുന്ന സന്ദേശം കൃത്യതയാർന്നതാണ്, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്, അവരത് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവുന്ന ആളുകളായി കഴിഞ്ഞാൽ ആ 3-4 പേരിലൂടെ നമുക്ക് വളരെ നിഷ്പ്രയാസം ഇത്തരം സംവിധാനത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. കാരണം ഈ ആശയങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിലുള്ള പരാജയമാണ് പലപ്പോഴും RCM-ലേക്ക് വന്നിട്ടുള്ള പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വരാനുള്ളത്. മറിച്ച് യാതൊരു കാരണവും ഇതിലില്ല. അപ്പോ ഈ ആശയങ്ങൾ കൊടുക്കുന്ന വളരെ ലളിതമായ രീതിയിൽ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലെ ആണ് നമ്മളുള്ളത്. അപ്പൊ ഈ 21 ലെവലുകൾ നമ്മൾ RCM-ൽ വന്നു കഴിഞ്ഞാൽ പഠിക്കേണ്ട 21 മന്ത്രങ്ങളുമുണ്ട്. എല്ലാവർക്കും അത് അറിയാവുന്നത് തന്നെയാണ്. 21 മന്ത്രങ്ങളുള്ള ആ 21 മന്ത്രങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കി ആ 21 മന്ത്രങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആദ്യത്തെ എന്റെ ഉത്തരം ഇതാണ്: ആ 21 മന്ത്രങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തി കഴിഞ്ഞാൽ നമ്മളൊരു നല്ല മനുഷ്യനായി തീരുമെന്നത്. ആ ഒരു നല്ല മനുഷ്യന് മാത്രമേ നല്ല RCM-ലേക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. ആ നല്ല മനുഷ്യനെ RCM-ല് ഓരോ പടവുകളും ഉയർന്നുയർന്നു വരാനും 21 ലെവലുകൾ എത്താനും കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. പക്ഷെ എന്താണ് 21 മന്ത്രങ്ങൾ? 21 മന്ത്രങ്ങൾ എന്ന് പറയുന്ന ഇവിടെ 21 മന്ത്രങ്ങൾ പഠിക്കാൻ പറയുമ്പോൾ ഈ 21 മന്ത്രങ്ങളുടെ 6 ബേസിക് സ്റ്റെപ്പ്, 6 അടിസ്ഥാന സ്റ്റെപ്പുകളാണ്, 8 കോർ സ്റ്റെപ്പുകളാണ്, 7 കർദിനാൽ റൂളാണ്. ഈ 21 മന്ത്രങ്ങളും എന്താണെന്ന് നോക്കിയാൽ നമ്മൾ അതൊന്ന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 6 ബേസിക് സ്റ്റെപ്പിൽ ഒന്നാമത്തെ കാര്യം തന്നെ പറയുന്നത് യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഷെയർ ദ പ്രൊഡക്റ്റ് എന്നാണ്. അപ്പൊ വളരെ സിമ്പിൾ ആണെന്ന് ഞാൻ അത് പറയുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം അതോടൊപ്പം തന്നെ എനിക്കൊന്ന് പറയാനുണ്ട്. നമ്മളിതൊക്കെ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത് അത് വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഈ സിമ്പിളായ കാര്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം RCM-ന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ RCM-ന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ എന്താ പ്രയാസം എന്ന് നമുക്ക് തോന്നാം. പക്ഷേ RCM-ൽ ലഭ്യമായ ഓരോ പ്രൊഡക്റ്റും 100% പ്രൊഡക്റ്റുകളും നമ്മളത് ഉപയോഗിക്കണം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വരികയാണ്. എന്തൊക്കെയാണോ RCM-ൽ ലഭ്യമാകുന്ന പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് മുഴുവൻ നമ്മൾ ഉപയോഗിക്കപ്പെടുക. അപ്പൊ ഞാനത് ഒന്നുകൂടി പറയുന്നു. ഇത് പറയുന്ന സമയത്ത് വളരെ സിമ്പിൾ ആണ്, അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ഓരോരുത്തരും അവനവനെ തന്നെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് ചിന്തിച്ചു നോക്കൂ, ഞാൻ എത്രമാത്രം ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ തീർച്ചയായും നമുക്ക് കിട്ടുന്ന ഉത്തരം എനിക്കറിയാം. കാരണം പലരെയും നമ്മൾ കാണുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ എക്സാമ്പിൾ ആക്കിയത് കൊണ്ട് തന്നെ പറയാം. 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ 100% ആയിട്ടില്ല. അപ്പോ അങ്ങനെ 100% ആക്കാൻ വേണ്ടി ശ്രമിക്കുക, 100% ആക്കുക. അതുപോലെ തന്നെ ഷെയർ ദ പ്രൊഡക്റ്റ്. ഷെയർ ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് RCM-ലേക്ക് വന്ന് പലരും പറയുന്നത് ഞാൻ ഫുൾ ടൈം RCM ചെയ്യുന്നു, പാർട്ട് ടൈം RCM ചെയ്യുന്നു, RCM-ല് അല്പം ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് RCM വർക്ക് ചെയ്യുന്ന പലരെയും സംബന്ധിച്ചൊന്ന് നോക്കുന്ന സമയത്ത്
അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ആ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എന്തെങ്കിലും സമയം ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള സമയം കൊണ്ട് സമയത്തെ ഉപയോഗിച്ചുകൊണ്ട് ആർസ്യം ചെയ്യുന്ന രീതിയാണുള്ളത്. അപ്പൊ ആ ഒരു രീതി മാറ്റിക്കൊണ്ട് നമുക്കൊരു പ്രൊഫഷണലിസം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കറിയാം നമ്മൾക്ക് കിട്ടുന്ന സമയം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് ഏർപ്പെടുന്നതാണെങ്കിൽ നമ്മൾ 9 മണി മുതൽ 5 മണി വരെ ആണെങ്കിൽ ആ 9 മണി മുതൽ 5 മണി വരെ മറ്റൊരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ അത് ഒഴിവാക്കപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അത്തരം മേഖലകളിലേക്ക് പോകുന്നത്. അതേ ഒരു ചിന്താഗതിയോടുകൂടി ആർസ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും പൂർണ്ണസമയം ഒരു പ്രൊഫഷണലിസം എന്ന രീതിയിൽ തന്നെ ആർസ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് ആർസ്യമിന്റെ പല ലെവലുകളിലും എത്താൻ വർഷങ്ങൾ വേണോ എന്ന് ചോദിച്ചാൽ പോലും അത്ഭുതമാണ്. ഞാൻ നേരത്തെ ആർസ്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അറിയാം നമുക്ക് നേരത്തെയുള്ള ലീഡേഴ്സ് ഒക്കെ തന്നെ വളരെ ബഹുമാനത്തോട് പറയട്ടെ, അവരൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടാണ് ആർസ്യമിന് വന്നിട്ടുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അന്ന് ആർസ്യമിന്റെ പ്രൊഡക്റ്റുകൾ വളരെ ലഭ്യമല്ല, ആർസ്യമിലെ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകളില്ല. ആർസ്യമിന്റെ പ്രൊഡക്റ്റ് ഇപ്പൊ ഗോപകുമാർ സാറൊക്കെ നേരത്തെ സംസാരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ആർസ്യമിന്റെ സോപ്പ് കൊണ്ടുവന്ന് സോപ്പിന് പകരം സോപ്പിന്റെ പാക്കറ്റ് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് നടത്തിയതാണ്. അപ്പൊ അങ്ങനെ ഉള്ള വ്യക്തികൾക്ക് ഇന്ന് നല്ല നേട്ടങ്ങൾ കൊയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അവരുടെ മനസ്സിനകത്തുള്ള ഒരു വിഷനാണ്, ഒരു ദീർഘവീക്ഷണം. അപ്പോ ആർസ്യം എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു വിഷൻ അവരുടെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ ആ ഒരു സാഹചര്യം അതേപോലെ തന്നെ ഒരു വിഷൻ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ കഴിയുകയും ആർസ്യമിനെ കുറിച്ച് മനസ്സിലാക്കുകയും ആഴങ്ങളിൽ ഇറങ്ങി ആർസ്യമിന്റെ സൗന്ദര്യം മനസ്സിലാക്കുകയും ചെയ്താൽ ഞാനൊക്കെ പറയുമ്പോഴേ തന്നെ എനിക്കറിയാം ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ആർസ്യമിന്റെ പ്ലാൻ ആയാലും ശരി, ആർസ്യമിന്റെ പ്രൊഡക്റ്റ് ആയാലും ശരി, ആർസ്യമിന്റെ ആ സൗന്ദര്യത്തില് അതിന്റെ ആ ഒരു അവസരത്തില് ആകർഷണമായിക്കൊണ്ടിരിക്കുകയാണ്, അത് അത്ഭുതം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോ ആ ഒരു രീതിയിൽ മുന്നേ ഉള്ള നമ്മുടെ ഗുരുക്കന്മാരൊക്കെ നമ്മുടെ നേതൃത്വങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ്, യാതനകൾ സഹിച്ചാണ് ആർസ്യമിൽ ഇത്രമാത്രം സക്സസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആർസ്യമിൽ ഏകദേശം 3500-ലധികം പ്രോഡക്റ്റുകൾ നമ്മൾ നോക്കിയാൽ കാണുന്ന ദൂരത്തൊക്കെ പ്രോഡക്റ്റ് ലഭ്യമാകുന്നു. ഡിസ്പ്ലേ വളർന്ന സംവിധാനത്തിൽ നമ്മുടെ ഓരോ ആളുടെയും വീടുകളിലെ പ്രോഡക്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതൊരാളുകളോട് ചോദിച്ചാലും ആർസ്യം എന്നത് അറിയാതെ ആരുമില്ല. അതുപോലെ തന്നെ നമുക്ക് മോഡലാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ധാരാളം ലീഡേഴ്സ്, നല്ല വരുമാനം വാങ്ങുന്ന ലക്ഷക്കണക്കിന് രൂപ വരുമാനം വാങ്ങുന്ന ലീഡേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ആർസ്യമിൽ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു രീതിയിലെ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ നമുക്ക് ഇനിയുള്ള നാളുകൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് മുന്നോട്ട് പോകാം. ആർസ്യമിന്റെ രീതി ഒക്കെ മാറുകയാണ്. ആർസ്യം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട വ്യക്തിയുടെ പ്രവർത്തനമല്ല, ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമായിട്ട് വരികയാണ്. നമുക്കറിയാം ഇന്ന് ഓപ്പണർ ലെവൽ മുതൽ എത്തുന്ന ആളുകൾക്ക് കമ്പനിയുടെ ടേൺ ഓവറിന്റെ വിഹിതമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫൗണ്ടറായ TCG ഉൾപ്പെടെ വാങ്ങുന്ന ആളുകൾ പർച്ചേസ് ചെയ്യുന്ന സാധനത്തിന്റെ ഒരു വിഹിതം കൂടി അതിന്റെ കമ്പനിയുടെ ലാഭവിഹിതം, അതായത് ഒരു കമ്പനിയുടെ മാലിക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ കമ്പനിയുടെ ഉടമസ്ഥനാവുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആർസ്യം എന്ന പ്രസ്ഥാനത്തിലെ വർക്ക് ചെയ്യാൻ നമുക്ക് യാതൊരു മടിയുടെയും ആവശ്യമില്ല. ഇപ്പൊ പലരും പറഞ്ഞു കേട്ട പോലെ മടിയും പേടിയുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്നത്. പുതിയൊരു അവസരം എത്തിക്കഴിഞ്ഞാൽ ആ അവസരത്തിലേക്ക് ഇറങ്ങാനും ആ അവസരത്തിന്റെ മാധുര്യം നുകരാനും ഉള്ള കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, 100-ലധികം ആളുകൾ എത്തണമെന്നുണ്ട്. സ്വാഭാവികമായി ഇപ്പൊ 114 പേരെത്തിയിട്ടുണ്ട്. അപ്പൊ 100-ലധികം ആളുകൾ നമുക്കുള്ള അവസരം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് അത് പറയാനുള്ളത്. ആർസ്യമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർസ്യമിൽ സക്സസ് ആവാൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറ്റൊരു ഉത്തരം എന്ന് പറയുന്നത് ആർസ്യമിന്റെ എല്ലാ മീറ്റിങ്ങുകളിലും അറ്റൻഡ് ചെയ്യുക എന്നാണ്. ആർസ്യമിന്റെ എല്ലാ മീറ്റിംഗ്, ആർസ്യമിന്റെ ഹോം മീറ്റിങ്ങുകൾ ഉണ്ടാവും. നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം മീറ്റിങ്ങുകൾ ഉണ്ടാവും, ചെറിയ മീറ്റിങ്ങുകൾ ഉണ്ടാവും, വീക്കിലി മീറ്റിങ്ങുകൾ ഉണ്ടാവും, PUC മീറ്റിങ്ങുകൾ ഉണ്ട്, അതുപോലെ തന്നെ സൂം മീറ്റിങ്ങുകൾ ഉണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും മെഗാ ഈവന്റുകൾ നമുക്ക് മാസത്തിൽ ഉണ്ടാവാറുണ്ട്. ഈ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുക എന്ന് പറയുന്നത് ആർസ്യമിൽ വളരാനുള്ള ഒരു അടിസ്ഥാന തത്വമാണ്. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ തന്നെ പറയാറുള്ള പോലെ തന്നെ ഓരോ ആളുകളും നല്ല വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തത്, വിജയിക്കാൻ ആവശ്യമായ വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തത് ഏതെങ്കിലും നല്ല മീറ്റിംഗിൽ തന്നെയായിരിക്കും. ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സമയത്ത് പലപ്പോഴും പലരും പറയുന്നത് പോലെ ചില മീറ്റിങ്ങുകളിലേക്ക് ആവർത്തന വിരസത ഉണ്ടാവില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ കൃത്യമായി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആവർത്തന വിരസതയും തോന്നാറില്ല. ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞാലും ഒരേ രീതിയിൽ മീറ്റിംഗ് അവതരിപ്പിച്ചാലും അവർ കൃത്യമായി പങ്കെടുക്കുന്ന ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവർത്തന വിരസത തോന്നാറില്ല. അവർക്ക് ആ മീറ്റിംഗിൽ പുതിയ ഗുണപാഠങ്ങൾ ഓരോന്ന് കിട്ടുന്നുണ്ടാവും. ആ ഗുണപാഠങ്ങൾ തന്നെയാണ് അവരുടെ ബേസിക് സ്റ്റെപ്പ്, അവരുടെ വിജയത്തിലേക്ക് കുതിക്കാനുള്ള ബേസിക് സ്റ്റെപ്പ്. ആ തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഇവിടെ ഈ 2-3 കാര്യങ്ങൾ തന്നെ വളരെ ശ്രദ്ധിക്കുക. 100% പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനിത് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. RCMലേക്ക് കടന്നു വരികയും RCMന്റെ പർച്ചേസ് എപ്പോഴാണ് ചെയ്യാൻ ചോദിച്ചാൽ 29-ാം തീയതി 30-ാം തീയതി ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പർച്ചേസ് ചെയ്ത് അവര് 200 രൂപയുടെ 300 രൂപയുടെ 500 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. അപ്പൊ അവരൊക്കെ ചെയ്യുന്നത് RCMലേക്ക് വന്ന് എന്തെങ്കിലും പണമുണ്ടാക്കുക എന്ന അർത്ഥത്തിൽ മാത്രമാണ് വരാറ്. അങ്ങനെ വരുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പണമുണ്ടാക്കുക എന്ന സാധ്യതയും അവിടെ ഉണ്ടാവുന്നില്ല. തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ നമ്മുടെ വീടുകളിലേക്ക് നമ്മളിപ്പോ ഒരു മിനിമം 5000 PVയുടെയെങ്കിലും പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് ഓരോ കുടുംബവും. പ്രത്യേകിച്ചും നമുക്കറിയാം ന്യൂട്രിചാർജ് പോലുള്ള ഫുഡ് സപ്ലിമെന്റ് നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫുഡ് സപ്ലിമെന്റും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിയാല് 5000 PV അല്ല അതിന് മുകളിലേക്ക് PV ഓരോ വീട്ടിലേക്കും ആവശ്യമാണ്. അങ്ങനെ 5000 PV എങ്കിലും പർച്ചേസ് ചെയ്യുന്ന കുടുംബങ്ങളായി നമ്മൾ ഓരോ കുടുംബത്തെയും മാറ്റിക്കൊണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ 1-2 വർഷം കൊണ്ട് നമ്മളോടൊപ്പമുള്ള പലരെയും നമുക്ക് എമറാൾഡും സ്റ്റാർ എമറാൾഡും ഒക്കെ ആക്കി മാറ്റാൻ കഴിയും. ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ഇതിലേക്ക് പോവുക. ഇവിടെ ഞാനും പറയുന്ന സമയത്ത് ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വരുമാനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംസാരിച്ചത്. എന്നാൽ അതിനേക്കാളേറെ നമുക്ക് RCMലേക്ക് ജോയിൻ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പാസീവ് ഇൻകത്തിന് ഒരു അർഹത കിട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. മറ്റ് ഏത് മേഖലയിലും ഇല്ലാത്ത ഒരു വരുമാന സാധ്യതയാണ് പാസീവ് ഇൻകം. കാരണം നമുക്കറിയാം നമ്മൾ എപ്പോഴാണോ ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ വരുമാനം. നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ജോലി അല്പം വരുമാനം അല്പം വർദ്ധിച്ചു. നമ്മുടെ ഒരു ലേസിനെസ്സിലെ ഒരു മടിയോട് കൂടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വരുമാനം കുറയുന്നുണ്ടാവും. അതുപോലെ നമ്മൾ ഏത് ദിവസമാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര മാസമാണോ വർക്ക് ചെയ്യുന്നത് ആ മാസം മാത്രമാണ് നമ്മുടെ വരുമാനം. എന്നാൽ അതിനെ നമുക്ക് ആക്റ്റീവ് ഇൻകം എന്നാണ് പറയുന്നത്. ഈ ആക്റ്റീവ് ഇൻകത്തിന് പകരം RCMൽ വന്നു കഴിഞ്ഞാൽ ഒരു പാസീവ് ഇൻകം കിട്ടാനും നമ്മുടെ തലമുറകളോളം ആ വരുമാനത്തെ മാറ്റിയെടുക്കാനും കൊണ്ടു നടക്കാനും നമുക്ക് കഴിയുമെന്ന ഒരു മഹത്തായ സംവിധാനം, ഒരു മഹത്തായ ആശയമാണ് ഈ RCMലേക്ക് നമ്മുടെ ഓരോരുത്തരെയും ആകർഷിക്കാൻ പറ്റുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ 4-5 വർഷം വളരെ ആക്റ്റീവായിട്ടൊന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വളരെ സജീവമായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് നമ്മൾ നേടിയെടുക്കുന്ന വരുമാനം അത് 1 ലക്ഷം ആയിക്കോട്ടെ 2 ലക്ഷം ആയിക്കോട്ടെ ആ വരുമാനം നമുക്ക് പിന്നീട് തുടർന്ന് അങ്ങോട്ട് നമ്മുടെ പ്രവർത്തനത്തില് കുറവുണ്ടായാൽ പോലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവിധാനത്തിലാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറെ കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ വരുമാന സാധ്യത നമ്മുടെ നോമിനിക്ക് കൈമാറാൻ പറ്റുന്ന ഒരു അവസരം RCMലുണ്ട്. ഏറ്റവും സുന്ദരമായ ഒരു സംവിധാനമായി ഞാൻ ഇതിനെ ഒന്ന് കാണുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയുമായും നമ്മുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ അവരുമായി ഒത്തുജീവിക്കാനുള്ള അവസരമാണ് RCM നമുക്ക് തരുന്നത്. കാരണം RCMന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മുടെ RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കലും അത് പ്രൊമോട്ട് ചെയ്യലും മാത്രമാണ്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ അവസ്ഥയെ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ജീവിതത്തെ തന്നെ മറന്നുകൊണ്ടാണ് എന്റെ ജീവിതം നമുക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞാൽ അത് എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. കാരണം അന്ന് അതിനേക്കാൾ ഏറെ പ്രാധാന്യം ഞാൻ ഓഫീസിന് കൊടുക്കുന്നു. ഓഫീസിൽ തന്നെയായിരുന്നു ജീവിതം. പക്ഷെ ഇന്ന് ആ ഒരു ജീവിതം മതിയാക്കി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വന്നപ്പോ RCM വളരെ സജീവമായി ചെയ്യാനും അതേ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന അതുപോലെ തന്നെ ഒരു വരുമാനത്തിലേക്ക് എത്തിപ്പെടാനും അതുപോലെ തന്നെ വീട്ടുകാരുമായി എല്ലാ രീതിയിലും സൗഹൃദം പങ്കെടുക്കാനും സുഹൃത്തുക്കളുമായും വീട്ടുകാരുമായും എല്ലാ രീതിയിലുള്ള സൗഹൃദം പങ്കിട്ട് നല്ലൊരു ജീവിതത്തിന് ഉടമയാവാൻ എനിക്കിന്ന് കഴിയുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അവിടെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു അഭിനന്ദനങ്ങളോ കിട്ടാൻ യാതൊരു അർഹതയില്ല. ഇവിടെ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഓരോ ആളുകളും RCM ഫാമിലിയിലെ ഓരോ ആളുകളും നമ്മുടെ ഓരോ നേട്ടത്തിലും നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നവരാണ് നമ്മളോടൊപ്പം ഉള്ളവര്. അവരുടെ സ്നേഹവും അവരുടെ ബഹുമാനവും വാങ്ങിക്കാനുള്ള ഒരു അവസരം നമുക്ക് RCMലൂടെ കിട്ടുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്വപ്നം കാണാനുള്ള അവസരം. നമുക്കറിയാം നമ്മുടെ APJ അബ്ദുൽ കലാം ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വപ്നം കാണാൻ. പക്ഷെ സ്വപ്നം കാണാൻ നമ്മളൊക്കെ മറന്നുപോയിരിക്കുകയാണ്. കാരണം സ്വാഭാവികമായും നമ്മുടെ ജീവിത രീതി ഇപ്പോഴങ്ങനെയാണ്. സ്വപ്നം കണ്ടതുകൊണ്ട് കാര്യമില്ല. ഒരു സ്വപ്നവും നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ആവണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചാൽ ആ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ നടപ്പിലാവാത്ത അവസ്ഥയിലാണ് ഇന്ന് മിക്കവരുടെയും ജീവിതം. എന്നാൽ RCMലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പലരും നമുക്കറിയാം, ഇന്ന് ഉദയകിരണം പ്രോഗ്രാമിലൊക്കെ കേട്ടവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ മറ്റു പല മീറ്റിങ്ങിലും കേട്ടവർക്കൊക്കെ അറിയാം, എന്തൊക്കെയാണോ അവരുടെ മനസ്സിൽ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന്, മറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിക്കുകയും അങ്ങനെ
ഒരു സ്വപ്നം കാണാൻ പോലും ചിന്തിക്കാതിരുന്ന ആളുകൾ ആർസിഎമ്മിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ സ്വപ്നം കാണുകയും ആ സ്വപ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകും. സ്വപ്നം കണ്ട് അത് ഏതെങ്കിലും വിദൂര ഭാവിയിൽ സംഭവിക്കലല്ല, വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ കണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ അവരുടെ നേട്ടങ്ങളായിക്കൊണ്ട് അവരുടെ രീതിയിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ജോലി ചെയ്യുന്ന ഓരോരാളുകൾക്കും അറിയാം, അവരൊക്കെ ജോലി ചെയ്യുന്നത് മറ്റൊരാളുടെ കീഴിലാണ്. ഒരു ജസ്റ്റ് ഒബേ ബോസ് എന്നുള്ളതാണല്ലോ ജോബ് എന്നുള്ളതിന് പറയുന്നത്. മറ്റൊരാളുടെ അടിമത്തത്തിൽ ആണ് അവരുടെ ആശയം എന്താണോ അത് നടപ്പിലാക്കലായിരിക്കും നമ്മുടെ. സർക്കാർ ജോലിക്കാരനായ എന്നെ സംബന്ധിച്ച് പറയാം, സർക്കാർ എന്ത് നിർദ്ദേശിക്കുന്നോ ആ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യലായിരുന്നു ഞങ്ങളുടെ ജോലി. അപ്പോ സ്വതസിദ്ധമായ ഒരു അഭിപ്രായത്തിനനുസരിച്ച് എന്തെങ്കിലും ചില രീതിയിൽ അതിൽ മാറ്റം വരുത്താനുള്ള ഒരു അർഹത, ഒരു രീതി നമുക്ക് അവിടെ പ്രായോഗികമാക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടേതായ മാസ്റ്റർ ആവാൻ, നമ്മുടെ ജീവിതത്തിന്റെ മാസ്റ്റർ ആവാൻ നമുക്ക് കഴിയും. ഈ ഒരു രീതിയിലേക്കുള്ള പ്രസ്ഥാനത്തിലേക്കാണ് നമ്മളൊക്കെ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഏതായാലും സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ നീട്ടുന്നില്ല. കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒന്ന് രണ്ടോ കാര്യങ്ങൾ ചുരുക്കി പറയുകയാണ്. ഒന്ന്, ആർസിഎം എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന പ്രസ്ഥാനമാണ്. പക്ഷെ ആ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന പ്രസ്ഥാനത്തെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ആദ്യം ഉണ്ടാവുക. ആ മനസ്സിലാക്കാനുള്ള മനസ്സെന്ന് പറയുന്നത് ആർസിഎമ്മിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ പാഠങ്ങൾ നമ്മൾ പഠിക്കുക. ആ പാഠങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും നല്ല വേദികൾ എന്ന് പറയുന്നത് മീറ്റിംഗ് തന്നെയാണ്. സൂം മീറ്റിംഗ് ആയാലും, ഫിസിക്കൽ മീറ്റിംഗ് ആയാലും, വീക്കിലി മീറ്റിംഗ് ആയാലും, ഹോം മീറ്റിംഗ് ആയാലും, നമ്മുടെ ആ മീറ്റിങ്ങുകളിൽ നിരന്തരം പങ്കെടുക്കുകയും ആ മീറ്റിങ്ങുകളിലൂടെ നമുക്ക് ചെറിയ ചെറിയ അറിവുകൾ നമുക്ക് സ്വായത്തമാക്കി കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ ഉതകുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിലേക്ക് നമുക്ക് കടന്നു വന്ന് ആ പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആളുകളെയും നമുക്ക് ഒരു പരിവർത്തനം ചെയ്ത് ട്രാൻസ്ഫോം ഇന്ത്യ എന്നാണ് നമ്മുടെ ജീവിതത്തിലെ ട്രാൻസ്ഫോമിംഗ് പോലെ തന്നെ ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്ത് ഒരു പുതിയ നവഭാരത സൃഷ്ടിക്കായി നമുക്ക് പ്രയത്നിക്കാം. എല്ലാവർക്കും ഐശ്വര്യവും, എല്ലാവർക്കും സന്തോഷവും, എല്ലാവർക്കും സമ്പത്തും, എല്ലാവർക്കും സൗന്ദര്യവും, എല്ലാവർക്കും അഭിമാനവും, എല്ലാവർക്കും സ്നേഹവും, എല്ലാവരുടെയും സത്യസന്ധതയുമുള്ള ഒരു മേഖലയായ ആർസിഎമ്മിനെ നമുക്ക് പരിപോഷിച്ചോടെ നമ്മുടെ രാജ്യത്തിന്റെ പുനഃസൃഷ്ടി നമുക്ക് ആർസിഎം എന്ന ഫാമിലിയിലൂടെ ഉണ്ടാക്കാം. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജെ ആർസിഎം, ഗുഡ് ആർസിഎം.